എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണല്ലോ അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് ട്യൂഷനും സ്കൂളിലൊക്കെ പോകാനായിട്ടുള്ള വെപ്രാളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ എണീക്കാനായിട്ട് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അവർ പുതച്ച് മൂടി കിടക്കും കേട്ടോ. ഇത്രയും നാൾ അവർ അങ്ങനെയാണ് കിടന്നത്. അപ്പോൾ രാവിലെയൊക്കെ എനിക്ക് ട്യൂഷന് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ചെന്ന് അവരെ വിളിച്ചുണർത്തുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അവരെ സ്നേഹത്തോടെ ചെന്ന് വിളിച്ചുണർത്തുക. മോനെ എണീക്കും, മോനെ സമയം ഇത്രയായി, നിനക്ക് ട്യൂഷന് പോകണ്ടേ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മക്കളെ വിളിച്ചുണർത്തേണ്ടത്. അല്ലാതെ അവിടെ ചെന്ന് ഓടി ചെന്ന് എണീക്കടാ, നിനക്ക് എത്ര മണിയായിടാ, നീ ഇത്ര സമയം കൊണ്ട് കിടന്ന് ഉറങ്ങുന്നടാ എന്നുള്ള രീതിയിൽ വിളിച്ചുണർത്തിയാൽ അന്നത്തെ അവരുടെ ആ ദിവസം മൊത്തം പോക്കായിരിക്കും. അപ്പോൾ അവർക്ക് തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പും അന്നത്തെ ദിവസം മൊത്തം ഡള്ളായിരിക്കും. ആ ഒരു ഇത് ആർക്കും ഒരു കുട്ടികൾക്കും ഉണ്ടാവാതിരിക്കാനാണ് ഞാനിങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയാണ് രക്ഷകർത്താക്കൾ കുട്ടികളെ വിളിച്ചിരുന്നത്. വളരെ സ്നേഹത്തോട് തന്നെ ആയിരിക്കും, പക്ഷേ അങ്ങനെയാണ് വിളിച്ചുണർത്താനുള്ളത്. അപ്പം ദേഷ്യത്തോടെ ഒരു കുട്ടികളെയും ഒരു രക്ഷകർത്താക്കളും വിളിച്ചുണർത്താതിരിക്കുക. അപ്പം അവരുടെ ഒരു ദിവസമേ അങ്ങ് പോകും നമ്മുടെ ദേഷ്യത്തോടെ. നമ്മളെ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് എണീക്കടി, എത്ര സമയമായിട്ട് നീ കിടന്നുറങ്ങുന്നു എന്നും പറഞ്ഞ് രാവിലെ നമ്മളെ വിളിച്ചുണർത്തിയാൽ അന്നത്തെ ദിവസമേ പോയി അല്ലേ? പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? അപ്പം നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെ വേണം കുട്ടികളെ രാവിലെ വിളിച്ചുണർത്തി അവർക്ക് വായൊക്കെ കുപ്പിച്ച് ചായയൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മ വച്ചേക്കണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സിനി സന്തോഷം.